നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം 15-ന് നടക്കും. ഇതോടനുബന്ധിച്ച് കാവടി ഘോഷയാത്ര, കെട്ടുകാഴ്ച എന്നിവയും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 നന്ദികേശന്മാർ പുതിയതാണ്. വളവക്കാട് കരയുടെയും പുതുപ്പള്ളിയന്നോം കരയുടെയും 2 നന്ദികേശന്മാരാണ് ഇത്തവണ പുതിയതായി അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഉത്സവം വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും നിസ്സീയമായ സഹകരണം ക്ഷേത്ര ഭരണസമിതി അഭ്യർത്ഥിക്കുന്നു. നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. 15-ന് ഉരുളിച്ചവരവ്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സുബ്രഹ്മണ്യ പൂജ, സുഹൃത ഹോമം, കാവടി ഘോഷയാത്ര, ശിവപുരാണ പാരായണം, കെട്ടുകാഴ്ച, വയലിൻ ഫ്യൂഷൻ തുടങ്ങിയവയും നടക്കും. 16-ന് നിറപറ സമർപ്പണം, പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതിയുടെ ചികിത്സാ ധനസഹായ പദ്ധതി കടാക്ഷം, കരക്കാർക്കുള്ള ഗ്രാന്റ് വിതരണം എന്നിവയും നടക്കും. നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 12 തുടങ്ങി 16-ാം തീയതി സമാപിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ചയാണ് മഹാശിവരാത്രി മഹോത്സവം. അന്നേ ദിവസം രാവിലെ സുബ്രഹ്മണ്യ പൂജയോടുകൂടി തുടങ്ങുകയും ഉരുളിച്ചവരവും വിവിധ സംഘടനകളും ക്ലബ്ബുകളും കരക്കമ്മിറ്റി അംഗങ്ങളും ഭക്തിനിർഭരമായി അണിയിച്ചൊരുക്കൊണ്ടുവരുന്ന കൂട്ടക്കാവടി ഘോഷയാത്ര 5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ 16 കരകളിൽ നിന്നുള്ള അമ്പരചുംബികളായ നന്ദികേശന്മാരെ എഴുന്നള്ളിക്കുന്നു. അതിനു വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി. ക്ഷേത്രത്തിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം, സെക്രട്ടറി കെ രമേശ്, വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ, ഖജാൻജി അഡ്വക്കേറ്റ് ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ്, ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം എന്നിവർ അറിയിച്ചു. ബഹുമാന്യ ഭക്തജനങ്ങൾ, നൂറാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ഫെബ്രുവരി 15 നടക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ക്ഷേത്ര ഭരണസമിതി നടത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എക്സൈസിന്റെയും KICBയുടെയും പ്രത്യേകം യോഗങ്ങൾ ചേർന്ന് കെട്ടുത്സവങ്ങൾ സുഗമമായി ക്ഷേത്ര ഗ്രൗണ്ടിൽ എത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ക്ഷേത്ര ഭരണസമിതി നടത്തിയിട്ടുണ്ട്. സമയബന്ധിതമായും സമാധാനപരമായും ഉത്സവം നടത്തണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കരക്കമ്മിറ്റിക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസും KICBയും ഭരണസമിതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.